ഡയറക്ടർ ആകുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ മാറാറുണ്ട്, ചീത്തയൊക്കെ പറയാറുണ്ട് ചില ഡയറക്ടർ. മമ്മൂക്കയെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മൂക്കയോട് കാര്യം പറഞ്ഞപ്പോ തന്നെ മൂപ്പർക്ക് അത് ഓക്കെ ആയിരുന്നു. മൂപ്പര് അത് ഭയങ്കര അത് തന്നെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ ഇവരെ ഡീൽ ചെയ്യാ. ലുക്മാന്റെ ആണോ? അയ്യോ, ലുക്മാൻ ഒരു തുറന്ന പുസ്തകം. അവന്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാവർക്കും അറിയാം. ആർ ജെ ലാലു ആണ്. ആലപ്പുഴ ജിംഖാന ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ കാത്തിരിക്കുന്ന അടുത്ത ഒരു സിനിമ കൂടിയാണ്. കാനഡയിലും ആ സിനിമ വരാൻ പോവുകയാണ്. കാനഡയിൽ ആ സിനിമ നമുക്കായിട്ട് കൊണ്ടുവരുന്നത് ഇസ്നാഗി സിനിമാസ് ആണ്. സോ ആലപ്പുഴ ജിംഖാനയുടെ മെയിൻ പില്ലറായിട്ടുള്ള അതിന്റെ ഡയറക്ടർ, വൺ ഓഫ് ദ റൈറ്റർ ആയിട്ടുള്ള ഖാലിദ് റഹ്മാൻ നമ്മളോടൊപ്പം ഇൻസ്റ്റാഗ്രാം ലൈവിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം അതിലെ വൺ ഓഫ് ദ മെയിൻ ആക്ടർ ആയിട്ടുള്ള ലുക്മാൻ, അവരെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം ടു മധുരഗീതം. കാനഡയിൽ ഞങ്ങള് മധുരഗീതത്തിന്റെ ഒരുപാട് ലിസണേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഫോളോവേഴ്സ് ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. കാനഡയിൽ നമ്മളിപ്പോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മലയാള സിനിമകൾക്കൊക്കെ വൻപിച്ച വരവേൽപ്പാണ് ഇവിടെ ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രയധികം മലയാളികളുണ്ട്. ഇപ്പം ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ലൂസിഫർ ഉൾപ്പെടെ, എമ്പുരാൻ ഉൾപ്പെടെ നമ്മളിപ്പോ ഭയങ്കര ആഘോഷത്തോടെ തന്നെയാണ് ഇവിടെ സ്വീകരിച്ചത്. സോ അതുപോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇസ്നാഗി സിനിമാസ് ആണ് ആലപ്പുഴ ജിംഖാന ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. വെൽക്കം, രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സിനിമ ആകാൻ പോകുന്നു എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന സിനിമയാണ് ആലപ്പുഴ ജിംഖാന. സോ നമുക്ക് അതിലേക്ക് തന്നെ വരാം. എന്താണ് ആലപ്പുഴ ജിംഖാനയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ആരാ പറയാ? ലുക്കോ പറയടാ. ഞാനെങ്ങനെ പറയാ? ഞാൻ പറയുന്നത് എന്റെ പ്രതീക്ഷ, നിങ്ങൾ രണ്ടുപേരും പറയണ്ട. ആലപ്പുഴ ജിംഖാനയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഒരു ക്ലീൻ എന്റർടൈൻമെന്റ് ആണ്. ഒരു ക്ലീൻ എന്റർടൈൻമെന്റ്, ഫൺ മൂഡ്, ഒരു റൈഡിലുള്ള ഒരു സിനിമ. അങ്ങനെ ടു മച്ച് ഓഫ് ഹെവി ലോഡ് ഹെഡ് ഏക്കുകളൊന്നും ഉണ്ടാക്കാത്ത, അങ്ങനെ വലിയ പ്രഷറോ കാര്യങ്ങളോ ഒന്നും തരാത്ത ഒരു സിമ്പിൾ ബട്ട് ഒരു സ്പോർട്സ് ഓറിയന്റഡ് സിനിമ. അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ബാബുട്ടിയുടെ സിനിമ നാമത്തിൽ നിന്നുള്ള സിനിമയിൽ എനിക്കൊന്ന് മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, സിനിമ ഉണ്ടാക്കേണ്ടത് പണം കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണെന്ന് പറയുന്നത്. എനിക്കൊന്ന് കാലിൽ അങ്ങനെ ബുദ്ധി കൊണ്ട് സിനിമ ഉണ്ടാക്കുന്ന ഒരാളാണ്. പലപ്പോഴും ഇപ്പൊ സത്യനന്ദിക്കാരന്റെ സിനിമകളൊക്കെ പണ്ട് നമ്മൾ കാണുന്ന സമയത്ത് ഒരു നാടൻ ശൈലി, സ്ഥിരം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള റിയൽ ലൈഫ് കാലിദിന്റെ സിനിമകളിൽ എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സിനിമകളുടെ സ്ക്രിപ്റ്റ് ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ശരിക്കും? കാരണം ഇതുവരെ ചെയ്തിട്ടുള്ള ഓരോ ജോണർ എടുത്താൽ പോലും വ്യത്യസ്തമാണ്. അനുരാഗ കരിക്കും വെള്ളം എടുത്താലും, ഇപ്പം തല്ലുമാല എടുത്താലും, ഇപ്പോൾ ആലപ്പുഴ ജിംഖാനയുടെ സ്റ്റോറി ലൈനൊക്കെ ഞാൻ കേട്ടു കുറച്ച് ഇന്റർവ്യൂസിനകത്തൊക്കെ. സോ അതിലൊക്കെ എടുത്താലും വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്. അത് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കഥാപാത്രങ്ങളും ലൈഫും ഒക്കെ തന്നെയാണ്. എങ്ങനെയാണ് ആ ഒരു പ്രോസസ്, എങ്ങനെയാണ് കാലിദിന്റെ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നത്, എഴുതുന്നത്? വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒട്ടും ഫോഴ്സ്ഡ് അല്ലാണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ എന്നെ എക്സൈറ്റിംഗ് ചെയ്യിക്കുന്ന ഐഡിയകൾ കേൾക്കുന്ന സമയത്ത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ആ സിനിമ, ആ കഥ സിനിമയാക്കാൻ. അല്ലാതെ ഒട്ടും ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത്രേ ഉള്ളൂ. അപ്പോ ഭയങ്കര നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതായതുകൊണ്ട് അത് എങ്ങനെ എന്തുകൊണ്ട് എന്ന് എനിക്ക് കൂടുതലായിട്ട് ഇലാബറേറ്റ് ചെയ്യാൻ അറിയില്ല. ലുക്മാൻ എങ്ങനെയാ നിങ്ങളുടെ തമ്മിലുള്ള ഒരു സൗഹൃദത്തെ കുറിച്ച് ഒന്ന് പറയാമോ? നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പം പല ആൾക്കാരും പറയാറുണ്ട് നമുക്കൊരു ഒരു ഗോഡ് ഫാദർ വേണം എന്നൊക്കെയുള്ള, അപ്പൊ അതുപോലത്തെ ഒരു ഗോഡ് ഫാദർ ആണോ ലുക്മാന്റെ ലുക്മാൻ എന്ന്? അല്ല, സൗഹൃദം എനിക്കറിയില്ല. അത് ഇങ്ങനെ ഉണ്ടായി വന്ന ഞങ്ങളങ്ങനെ സിനിമ നല്ല സൗഹൃദമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ്, എനിക്ക് തോന്നുന്നു ഞങ്ങൾ എപ്പോ ഒരേ ഫ്ലാറ്റിലുള്ള. അപ്പൊ ഇതൊക്കെ അങ്ങനെ എല്ലാം അങ്ങനെ ഉണ്ടായി വന്നതാ. സിനിമയും സിനിമ പോലെ തന്നെയാണ് സൗഹൃദം. ഇത് നാച്ചുറലി സംഭവിച്ചതാ. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ കണക്ട് ആയപ്പോ അങ്ങനെ ഞങ്ങള് സൗഹൃദം ഉണ്ടായി. അതെന്തായാലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആലപ്പുഴ ഇപ്പൊ ഞാൻ ആലപ്പുഴയുടെ തൊട്ടടുത്തുള്ള ജില്ലക്കാരനാണ്, കൊല്ലം. നമ്മുടെ അടുത്ത് ആലപ്പുഴയുടെ ഒക്കെ ഒരു ഭൂപ്രകൃതി സിമിലർ ആണ്. അപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് പഴമയുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പൊ ഈ ഒരു സിനിമയ്ക്ക് അങ്ങനത്തെ ഉള്ള ഒരു ഭൂപ്രകൃതി ആണോ, ഒരു നേച്ചറൊക്കെ ആണോ വേണ്ടത്? അതോ എന്തെങ്കിലുമൊക്കെ ചലഞ്ചിങ് ആയിരുന്നു ആലപ്പുഴ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ലൊക്കേഷൻ? ഇങ്ങനെ എന്തുകൊണ്ടാണ് ആലപ്പുഴ തിരഞ്ഞെടുത്തത്? ആലപ്പുഴയുടെ ഒരു നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഒരു അതിന്റെ ഒരു ആക്ച്വൽ റീസൺ പല പല കാരണങ്ങൾ കൊണ്ടാണ് ആലപ്പുഴ ചൂസ് ചെയ്യാൻ കാരണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതി വന്ന സമയത്ത് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലം, അതിന്റെ ഒരു കൾച്ചറും ബാക്ക്ഗ്രൗണ്ടും നമുക്ക് വേണം എന്ന് തോന്നി. അതിന്റെ ലാൻഡ്സ്കേപ്പ്, അതിന്റെ അങ്ങനെയുള്ള പല റീസണുകൾ കൊണ്ട് ആലപ്പുഴ നമുക്ക് സ്യൂട്ടബിൾ ആവുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ആലപ്പുഴയിലേക്ക് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ്
ആലപ്പുഴയ്ക്ക് മുമ്പ് നമ്മളത് ഇതേപോലുള്ള പല സ്ഥലങ്ങളിലും ആലോചിച്ചു. കൊച്ചിയിൽ നടക്കുന്ന കഥയായിട്ട് ആലോചിച്ചു അങ്ങനെ. പക്ഷെ അതൊന്നും നമുക്ക് അത്ര സാറ്റിസ്ഫാക്ടറി അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആലപ്പുഴയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ആലപ്പുഴയിൽ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ വലിയ പ്രതിസന്ധികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെയധികം ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. ഏതെങ്കിലും റിയൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഏതെങ്കിലും ലൈഫോട്ട് എന്തെങ്കിലും ഇൻഫ്ലുവൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ? അതോ നമ്മളൊരു ഇമാജിനറി സ്റ്റോറി കഥാപാത്രങ്ങളോ ഒക്കെ തന്നെയാണ് ഇതിലുള്ളത്? വളരെ ക്ലീൻ ഉണ്ട് ഉണ്ട് ആൻഡ് ഉണ്ട് ഉണ്ട്. ഇമാജിനറി ആയിട്ടുള്ള കഥാപാത്രങ്ങളും കാര്യങ്ങളും തന്നെയാണ് സിനിമയിൽ. വളരെയധികം ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ബട്ട് സിനിമ ഉണ്ടാക്കാൻ ഇൻസ്പയർ ചെയ്യിക്കുന്നതായിട്ടുള്ള കുറച്ച് ഇവന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ സിനിമയിൽ ജിം കോച്ചിന്റെ ക്യാരക്ടറാണ് ലൂക്ക്മാൻ ചെയ്യുന്നത്. പക്ഷെ ലൂക്ക്മാനെ കണ്ടിട്ട് ഒരു ജിം കോച്ച്, ബോക്സിംഗ് കോച്ച്. ബോക്സിംഗ് കോച്ചാണ്. ആ, അപ്പം ഒരു ഇപ്പൊ എനിക്കൊന്ന് കുറച്ച് തടിച്ചു തോന്നില്ലേ സിനിമയുടെ ഷൂട്ടെല്ലാം അത് ഞാൻ കഴിഞ്ഞ്? വേറെ ക്യാരക്ടറിന് വേണ്ടിട്ട് ഇതിലെന്താ പറയാ, അപ്പൊ ഭയങ്കര ഡയറ്റും ഇതൊക്കെ ആയിരുന്നു. അതിങ്ങനെ ഭയങ്കര ഭയങ്കര ഡയറ്റ് ആയിരുന്നു. സെൻസ് നമുക്കിങ്ങനെ എല്ലാം തിന്നാൻ ക്രേവിങ്സ് ഒക്കെ വന്നിട്ട്, അപ്പൊ പെട്ടെന്നായിട്ട് ഷൂട്ട് കഴിഞ്ഞേക്ക് ഞാൻ എല്ലാം മറന്നൊന്ന് കഴിച്ചു. അപ്പൊ അതിലൊന്ന് തടിച്ച്. പക്ഷെ അത് വേറെ സിനിമക്ക് ഗുണം ചെയ്തു. ഈ ഒരു സിനിമയുടെ കഥ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ രീതിയിൽ എല്ലാവരും, കാരണം ഒന്നും രണ്ടും ആൾക്കാരല്ല സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മെയിൻ സ്ട്രീമിലുള്ള എല്ലാ ആൾക്കാരും എനിക്കൊന്ന് വലിയ മേക്ക് ഓവർ ചെയ്തിരുന്നു. അത് തന്നെയായിരുന്നു ആദ്യത്തെ ഒരു പ്രൊമോഷനായിട്ട് നമ്മൾ കണ്ടത്. സോ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന രീതിയിൽ ബോഡിയൊക്കെ മാറ്റണം കാര്യങ്ങൾ. ആദ്യം എന്ന് ബോഡി പറയുമ്പോ മാറ്റണം എന്നോട് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നോട് എന്നോട് ശരിക്കും ഈ കഥ ഫസ്റ്റ് പറയുന്നത് ഞങ്ങള് എവറസ്റ്റ് ബേസ് ക്യാമ്പില് ഞങ്ങള് ട്രെക്കിങ്ങിന് പോയായിരുന്നു. അപ്പൊ ഞങ്ങള് ഏറ്റവും ആ ബേസ് ക്യാമ്പ് പോണതിന് തൊട്ട് മുന്നേ ഏതായിരുന്നു നമ്മള് താമസിച്ച സ്ഥലം? പോടാ അവിടെ ഈ സമയത്തൊക്കെ അവിടെ ഓർക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ താമസിച്ച് അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ബ്രീത്തിങ് കുറച്ച് പ്രശ്നമാണ്, ഓക്സിജൻ കുറവാ. അപ്പൊ നമ്മള് ഭയങ്കര അങ്ങനെ ഫോഴ്സ്ഫുള്ളി ആണ് ഇങ്ങനെ ബ്രീത്ത് ചെയ്തോണ്ടിരിക്കണേ. ആ സമയത്ത് റൂമിൽ വെച്ചിട്ട് നാംചല വെച്ച് അങ്ങനെ 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 ബ്രീത്തിങ്ങിൽ എടുക്കുമ്പോ സംസാരിക്കാൻ നമുക്കൊന്ന് എണീറ്റ് നടക്കാൻ പോലും വയ്യ. അപ്പൊ എന്നോട് പറയാ, ലുക്കോ നമ്മള് അടുത്ത് ചെയ്യുന്ന സിനിമ ഏതാ പറയാ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ സബ്ജക്ട് പറയണേ. അപ്പൊ ഈ സബ്ജക്ട് പറയുമ്പോ അപ്പൊ ഞാനൊന്നുമില്ല, ഇൻ ദ സെൻസ് എന്നോടില്ല. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ, ലുക്കോ ഇങ്ങനെ ഉണ്ട്, നീ ഇങ്ങനെ വെയിറ്റ് കുറക്കണം, 12 കിലോ കുറക്കണം എന്ന് പറഞ്ഞു. ഞാൻ 13 കിലോ കുറച്ച്, 1 കിലോ കുറച്ച് കൂട്ടി കുറച്ച് കുറച്ച്. പക്ഷെ അത് സമ്മതിച്ചില്ല. സമ്മതിക്കും. ഒരു കിലോടെ നീ അതെ, 1 കിലോ എക്സ്ട്രാ കുറച്ച് വെച്ച് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോട്ടെ വെച്ചിട്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു ആക്ച്വലി. ഞാൻ എന്റെ വീട്ടിൽ പോയ അല്ല മൊത്തത്തിൽ അല്ല വീട്ടിൽ പോയ മുമ്പൊക്കെ വീട്ടുകാരൊക്കെ ഭയങ്കര എന്നെ കാണുമ്പോ ഭയങ്കര സഹതാപത്തോടുകൂടി നോക്കും, എന്തേലും എടുത്ത് കഴിക്കടാ, എന്താണ്ട് കോലം കഴിച്ചു വെച്ചത്, അങ്ങനെ എന്തിനാ മോനെ ഇങ്ങനെ കഷ്ടപ്പെടാ അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ കാണുമ്പോഴൊക്കെ നമുക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് സിനിമയിൽ. ഞാൻ അറിയില്ല കേട്ടോ, ഇതൊക്കെ റിലീസായിട്ട് ആൾക്കാർ ചോദിക്കാൻ ഓപ്പറേഷൻ ജാവ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും സിനിമകൾ തന്നു, തല്ലുമാല കഴിഞ്ഞു. എനിക്കൊന്ന് കുറെ സിനിമകൾ ഉണ്ടെങ്കിലും എനിക്കൊന്ന് കുറെ അധികം നല്ല സിനിമകൾ ചെയ്തു എന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പം ഏത് ക്യാരക്ടർ ആയാലും ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും എനിക്കൊന്ന് ഒരു സിഗ്നേച്ചർ ഉണ്ട്. നമുക്ക് ആ ഒരു നടനെ നമ്മൾ ശ്രദ്ധിക്കും എന്നുള്ള രീതിയിലാണ് ലൂക്ക്മാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ആലപ്പുഴ ജിംഖാനിൽ അത് എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് കരുതുന്നത് ആ ഒരു ക്യാരക്ടർ, ഫിസിക്കലുള്ള മേക്ക് ഓവറിനപ്പുറം? അത് എങ്ങനെ വന്നിട്ടുണ്ട്, അല്ല അതെങ്ങനെ വന്നിട്ടുണ്ട് സത്യമായിട്ട് എനിക്കറിയില്ല. അത് എനിക്ക് കണ്ടിട്ട് തന്നെ അതെന്ത് ഞാൻ ഇങ്ങനെ കറക്റ്റ് ഡയറക്ഷൻ റഹ്മാൻകാട് ഒരു സ്റ്റൈലോ അങ്ങനെ റിലീസ് ആവാറായി. പക്ഷെ ഞാൻ പടം കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കണ്ടിട്ടില്ല. ഞാൻ തിയേറ്ററിൽ നിന്ന് കാണാന്നുള്ള ഇൻ ദ സെൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മള് എല്ലാവരും ഇരുന്ന് കണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് സാറ്റിസ്ഫൈഡ് ആണോ ലൂക്ക്മാന്റെ ഒരു ക്യാരക്ടർ നമ്മൾ എഴുതി വെച്ച പോലെ തന്നെ അതിനപ്പുറം പറഞ്ഞ 1 കിലോ നമ്മൾ എക്സ്ട്രാ കുറച്ച പോലെ തന്നെ ഒരു പടിക്ക് മുകളിലുള്ള പെർഫോമൻസ് ആണോ തന്നത്? പറ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാ. അല്ല അതന്നെ മതി, അതന്നെ ഇട്ടാണ്. റഹ്മാൻകാട് ആയെന്ന് കുഴപ്പമില്ലാന്ന് കേട്ടാ തന്നെ, ഓക്കെ കേട്ടാ തന്നെ അടിപൊളിയാണെന്നാണ് പൊതുവെ ഉള്ളൊരു സംസാരം. അവാർഡ് അതും കൂടെ നീ തന്നെ പറയും. അല്ല ആക്ച്വലി അതന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇൻ ദ സെൻസ് ഞാൻ സ്ഥിരം ചെയ്യാത്ത, പിന്നെ എനിക്ക് എന്നെ അറിയാം. ഞാൻ ഉണ്ട ചെയ്ത്, തല്ലുമാല ചെയ്ത്, അതിന്റെ മുന്നേ സപ്തമശ്രീ തസ്കര എന്നെ ഫസ്റ്റ് ഓഡിഷൻ ചെയ്തതാണ്. എന്റെ കറക്റ്റ് എന്നെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ നിൽക്കുന്നവരെ ഉള്ള ഇതൊക്കെ അറിയാം. അപ്പൊ
അറിഞ്ഞോണ്ട് തന്നെ എന്ത് വേണ്ടെന്നും പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അത് വേണ്ട, എടാ അത് വിട്ടേക്ക, പണിയെടുക്കുക, ആ ഐഡിയ ഒക്കെ വിട്, നീ പണിയെടുക്കുന്ന ഇവന് എന്നോട് പറയും, ആ അങ്ങനെ താ എന്ന് പറയും. ഈ ഒരു സൗഹൃദം ഇങ്ങനെ തന്നെയാണോ? നിങ്ങളിപ്പം ക്യാമറ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മുമ്പ് നിൽക്കുമ്പം ഡയറക്ടർ ആകുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ മാറാറുണ്ട്, ചീത്തയൊക്കെ പറയാറുണ്ട് ചില ഡയറക്ടർ. റഹ്മാനൊക്കെ മാറും, അവൻ മാറും. കുഴപ്പമൊന്നുമില്ല. സൗഹൃദം ലൊക്കേഷനിൽ സൗഹൃദം, ലൊക്കേഷനിൽ കണ്ട ഭാവം ഉണ്ടാവില്ല. അതിപ്പോ എല്ലാവരോടും അത് ഇന്നൊന്നുമില്ല. പക്ഷെ അത് ഷോട്ടിന്റെ ഇടയിലോട്ടോ ഈ പ്രശ്നം. ഷോട്ട് ഇതിപ്പോ നമ്മൾ പണിയെടുക്കാൻ ചെന്നിക്കാണ്, നമ്മൾ തമാശക്ക് ടൂർ പോയിക്കല്ലോ. അപ്പൊ നമുക്ക് എപ്പോഴും സൗഹൃദം പറ്റുണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ എത്ര ദിവസത്തെ ഷൂട്ടായിരുന്നു നമ്മൾ ആലപ്പുഴ ജിംഖാന? ആലപ്പുഴ തന്നെയായിരുന്നു ഫുള്ള് ലൊക്കേഷൻ ഉണ്ടായിരുന്നത്? ഇല്ല, ആലപ്പുഴയും കൊച്ചിനും ആയിരുന്നു ഷൂട്ടിംഗ് മെയിൻ ലൊക്കേഷൻ വന്നത്. 95 ഡേയ്സോളം പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എത്ര തിയേറ്ററിലായിട്ടാണ് പടം റിലീസ് ആവുന്നത് നാട്ടില്? കാരണം ഒരുപാട് മമ്മൂക്കയുടെ ബസൂക്ക വരുന്നുണ്ട്, കുറെ അധികം മെയിൻ സ്ട്രീം സിനിമകൾ വരുന്നുണ്ട്. സോ ജിംഖാനയുടെ വേൾഡ് വൈഡില് നമ്മൾ ഏകദേശം 800 to 900 സ്ക്രീൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കേരളത്തില് എനിക്ക് തോന്നുന്നു ഏകദേശം 200 സ്ക്രീൻസ് അടുത്ത് തന്നെ നമുക്ക് കിട്ടാൻ റിലീസിന് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വേൾഡ് വൈഡ് എല്ലാ സ്ഥലത്തും കൂടെ ഉള്ളൊരു എക്സ്പെക്ടേഷനിൽ തന്നെയാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. എങ്ങനെയാണ് കാലിത് ഇപ്പം സിനിമ, നമ്മളിപ്പോ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി ആ സിനിമ തിയേറ്ററിൽ എത്തുന്ന വരെയുള്ള ഫുൾ പ്ലാനിങ് ചെയ്തിട്ടാണോ ചെയ്യാറുള്ളത്? അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മൾ റിലീസ് ചെയ്യാൻ മുമ്പേ പ്ലാൻ ചെയ്തിട്ട് തന്നെ ആയിരുന്നു ഈ സിനിമ? സിനിമ ഈ സമയത്ത് അങ്ങനെ റിലീസ് പ്ലാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. ഷൂട്ടിംഗ് ഏകദേശം ഒരു പ്രോസസ് ഒരു 20 to 30% കഴിയുമ്പോഴാണ് നമ്മൾ റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അവിടെ നിന്നും പോസ്റ്റ്പോൺ ആയി പോവാം. ഈ സിനിമ നമ്മൾ ഈ പറയുന്ന പോലെ ഇതിന് മുമ്പേ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയം എടുക്കുന്നത് കൊണ്ടാണ് പിന്നീട് നമ്മൾ ഫോഴ്സ് ചെയ്യാതെ അതിന്റെ ആക്ച്വൽ ടൈമിന് വിട്ട് തന്നെ ചെയ്യാന്ന്. കാലിദിനോട് ഇപ്പൊ ഈ സിനിമയുടെ ഇത് മാറ്റി നിർത്തിയിട്ട് ഞാൻ എപ്പോഴും പേഴ്സണലി ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇപ്പൊ ഞങ്ങളുടെ റേഡിയോയിൽ തന്നെയുള്ള RJ വിദ്യാശങ്കർ കാലിദിന്റെ വലിയ ഫാനാണ്. ഞങ്ങളിപ്പോ ഒരുമിച്ച് ഷോ ചെയ്യുമ്പം സിനിമകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പം ഉണ്ട എന്നുള്ള സിനിമയുടെ ഒരു കാര്യം മമ്മൂക്ക അതിലേക്ക് കാസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. കാരണം സാധാരണ മമ്മൂക്കയെ കുറിച്ച് നമ്മൾ പോലീസ് വേഷമൊക്കെ പറയുമ്പോൾ വളരെ മാസ്സായിട്ടുള്ള നല്ല തീപ്പൊരു ഡയലോഗുകളുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്, പോലീസ് ക്യാരക്ടേഴ്സ് ഉള്ളത്. പക്ഷെ ഇത്തരത്തിൽ ഉണ്ട പോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പോലീസുകാരന്റെ ഒരു ക്യാരക്ടർ മമ്മൂക്കയെ അങ്ങനെ കാസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു തോട്ട് എങ്ങനെയാണ് വന്നത്? മമ്മൂക്കയെ തന്നെ ഉദ്ദേശിച്ചിട്ടാണോ വന്നത്? അത് മമ്മൂക്കയിലേക്ക് എത്തിയതാണോ? എങ്ങനെയാണ് മമ്മൂക്ക ഇത് കൺവിൻസ് ചെയ്തത്? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ആ ഒരു ക്യാരക്ടറിലേക്ക്. മമ്മൂക്കയെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മൂപ്പർക്ക് അത് ഓക്കെ ആയിരുന്നു. മൂപ്പർ അത് ഭയങ്കര ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മൂപ്പർക്ക് ഐഡിയ നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത്, ഐഡിയ പിച്ച് ചെയ്ത് ക്യാരക്ടർ നറേറ്റ് ചെയ്യുന്ന സമയത്ത് വെരി എവിഡന്റ് ആണ് ഇതിങ്ങനെ ഇത്രയും ഒരു റിയലിസ്റ്റിക് എന്നല്ല, ഒരു ആക്ച്വൽ ടോണിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർഡം യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്ട്രാ വെഗൻസ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലല്ല എന്നുള്ളത് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ട് ഭയങ്കര ഈസി ആയിട്ട് നടന്നിട്ടുള്ള സംഭവം. അതുപോലെ തന്നെ മറ്റേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, അനുരാഗ കരിക്കും വെള്ളത്തിൽ തന്നെ ക്ലൈമാക്സ് സീനിൽ ആ ഒരു ലിപ് കിസിന് ശേഷം അടി കൊടുത്തിട്ട് പോകുന്ന സീൻ. സാധാരണ എല്ലാ സിനിമകളിലും എനിക്കൊന്ന് ലോക സിനിമകളിൽ ഏത് സിനിമ എടുത്താലും ആ ഒരു കിസോടുകൂടി അവർ വീണ്ടും ഒന്നിക്കുന്നു അല്ലെങ്കിൽ വീണ്ടും സ്നേഹിക്കുന്നു എന്നാണ്. അവിടെ പക്ഷെ നായിക ആ ക്ലീശേ സംഭവങ്ങളെല്ലാം വെട്ടി നിരത്തിക്കൊണ്ട് തന്നെ അടി കൊടുത്തിട്ട് തിരിച്ച് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു സംഭവമാണ്. സോ ഇത്തരത്തിലുള്ള തോട്ട്സ് ഒക്കെ എങ്ങനെയാണ്? അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ്. നമ്മളുള്ള സംഭവങ്ങൾ പൊളിച്ചടുക്കണം രീതിയിൽ തന്നെ ചെയ്യുന്നതാണോ? ഇല്ല, ഭയങ്കര നാച്ചുറൽ ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, അപ്പൊ ഒരു ഐഡിയകൾ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഏത് സിനിമയിലാണെങ്കിലും അതിനുശേഷം അങ്ങനെയാണ് സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആർക്കായാലും വരും. സോ അവിടെ നമ്മൾ ആലോചിക്കും എങ്ങനെയാണ് ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറയുന്ന, ബെറ്റർ ഒരു ലാൻഡിങ്ങിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ക്ലൈമാക്സുകളാണ് അതൊക്കെ. അതിന് ഈ പറയുന്ന എന്റെ കരിക്കിൻ വെള്ളം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സുകളും അതൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഫൈനലൈസ് ചെയ്ത് ചൂസ് ചെയ്തതാണ് ഈ പറയുന്ന ഒരു ഏരിയയിലേക്ക് എത്തുന്നത്. അപ്പൊ ആലപ്പുഴ ജിംഖാനയിൽ നസ്ലിനെ നേരത്തെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രേമലു ഹിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നസ്ലിൻ കമ്മിറ്റ് ചെയ്തിരുന്ന സിനിമ. പ്രേമലു റിലീസ് ആവുന്നതിന് മുന്നേ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. പ്രേമലുവിന് ശേഷം അത്രയും വലിയൊരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമ കഴിഞ്ഞിട്ട് എൻ്റയർലി ഡിഫറെന്റ് ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു ഇതിൽ ചെയ്യുന്നത്. കാരണം ആ റൊമാൻറ്റിക് ഹീറോയും ഇതൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവർ നസ്ലിനും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ടീമോട്ടൊക്കെ വർക്ക് ചെയ്തപ്പോ എങ്ങനെയാണ് ആ ഒരു വൈബ്? ഇവൻ പല നസ്ലിൻ മാത്രമല്ല
എല്ലാം കുറച്ചുകൂടി യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. സിനിമകൾ പലപ്പോഴും അതെ. ആരിവനോ യൂത്ത്? ഈ ലുക്കോ? അല്ല, സിനിമകൾ രണ്ടോ ഇപ്പൊ മൂന്നോ ഇവരൊക്കെ വയസ്സിന്റെ കുറച്ചുകൂടി വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മൾ യങ്ങായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളെല്ലാരും യൂത്ത് എന്ന് പറയും. ഇപ്പം യൂത്ത് ആക്ടേഴ്സിനുള്ള അവാർഡ് കിട്ടുന്നത് പൃഥ്വിരാജ്, ഇപ്പൊ ടോവിനോ, ഞാൻ ഒരു കാര്യം ആര്യായിട്ടുള്ള ചോദിക്കട്ടെ, ആൾക്കാരാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? അത് തന്നെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ ഇവരെ ഡീൽ ചെയ്യാ. നമ്മളിപ്പോ ആ മമ്മൂക്ക പോലുള്ള ആക്ടേഴ്സിനെ വെച്ച് കൈകാര്യം, ബിജുമേനൻ പോലുള്ള ആക്ടേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന മീൻസ് കാര്യം ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ഇവരുമായിട്ടുള്ള ഇടപെടുന്ന അത് രീതി. തന്നെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ ഇവരെ ഡീൽ ചെയ്യാ. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ നമ്മളോട്? രസകരമായിട്ടുള്ള എന്ത്? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് രസകരം ത്രൂ ഔട്ട് ദ ഫിലിം. എന്റെ വെരി ഫസ്റ്റ് പ്രോസസ് മുതൽ രസകരമായിട്ട് വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് വെരി ഇനീഷ്യൽ സ്റ്റേജ് മുതൽ, സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് മുതൽ തന്നെ നമുക്ക് ആർട്ടിസ്റ്റുകളിലെ നമ്മളെ പ്രീ വർക്ക്ഔട്ട് സെഷൻസും പ്രാക്ടീസും ഒക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു ടോട്ടൽ ഔട്ട് ഓഫ് ദ ബോക്സിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പത്തോളം ആർട്ടിസ്റ്റുകളെ, പത്തോളം ആളുകളെ കൊണ്ടുവന്നിട്ട് നമ്മളൊരു ഫൈൻ മോർണിംഗിൽ ഈ മിലിറ്ററി ക്യാമ്പിൽ ട്രെയിൻ ചെയ്യിക്കുന്ന പോലെ ട്രെയിൻ ചെയ്യുന്നതാണ്. അപ്പോ ഉറപ്പായിട്ടും നമുക്ക് വളരെ ചിരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ അത് പറ്റുന്നതാണ്. ഇവർക്ക് എൻജോയ് ചെയ്യാം, ചെയ്യിപ്പിക്കുന്നവർക്ക് ഇത് രസാ. അല്ല പക്ഷെ എൻജോയ് ചെയ്യാം. ഇപ്പൊ ഞാൻ പക്ഷെ ചോദിക്കുകയാണ്, ഇപ്പൊ ഖാലിദിന്റെ ക്യാരക്ടർ, ഇപ്പൊ ഖാലിദ് ആക്ടറും ലൂക്ക് സംവിധായകനുമായിരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? അങ്ങനെ ചോദിച്ചു. നിങ്ങളെ ക്യാരക്ടർ, നിങ്ങളുടെ ഞാന് റോൾ 12 മാസം പ്രീ വർക്ക് മുന്നേ വർക്കൗട്ട് ചെയ്യിക്കുമായിരുന്നു. 6 12 മാസമല്ല. മാസം ഈ സിനിമയ്ക്കാണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓൾറെഡി ബോക്സിംഗ് അറിയാലോ. ഞാൻ 2 മാസം കൊണ്ട് അത് സെറ്റ് ആക്കിയാണ്. അതില് അവിടെയാണ് സർപ്രൈസ് സംശയമുണ്ട്. ചെയ്യുക. അതിപ്പോഴും തെളിയിച്ചിട്ടില്ല. ഇപ്പൊ ഖാലിദിനെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് ഓഡിയൻസിനോ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം ലൂക്കിന് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാൻ പറ്റും? ഞങ്ങൾക്ക് പറയാ, ഷെയർ ചെയ്യാൻ പറ്റുന്ന പറയാം. അങ്ങനെയൊക്കെ. പബ്ലിക്കലി ഷെയർ ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഞങ്ങൾക്കും സംശയമുള്ള ഒരു കാര്യം ഇപ്പോഴും ഡൗട്ടായ റഹ്മാൻക്ക് സ്റ്റേറ്റിൽ കളിക്കാൻ ബോക്സിങ്ങിന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് പോയിണ്ടെന്നും അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും? ഇതുവരെ ആ സർട്ടിഫിക്കറ്റ് ആരെയും കാണിക്കുകയോ ആരും കണ്ട ഒരാളില്ല. അതെന്താന്ന് അപ്പോ ഈ സിനിമ വെച്ചാൽ നമുക്ക് അതൊന്നും ഇറങ്ങുന്നതിന് ആരെയും മുമ്പ് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അപ്പം നമുക്ക് സംശയമുണ്ടേ. അപ്പൊ അപ്പോ ലൊക്കേഷനിൽ പുളവടിക്കുന്നതാണ് പറയുന്നത് ഇതുപോലെ. അതാരും അല്ല, അങ്ങനെ പുളവൊന്നുമല്ല, സത്യമാണ്. കുടുംബത്തിൽ എല്ലാരും അടിക്കും. തിരിച്ചങ്ങനെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ലൂക്കിന്റെ ഒരു കാര്യം ആർക്കും അറിയാത്തൊരു സംഭവം ഖാലിദിന് പറയാൻ പറ്റുമോ എന്തെങ്കിലും നമ്മളോട് എക്സ്ക്ലൂസീവ്ലി? ലുക്മാന്റെ ആണോ? അയ്യോ, ലുക്മാൻ ഒരു തുറന്ന പുസ്തകം. അവന്റെ എല്ലാ രഹസ്യങ്ങളും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഭയങ്കര ഓപ്പൺ മൈൻഡ്. 38 വയസ്സുണ്ട്, അത് പുറത്തു പറയാറില്ല. 38 48 ഇതിന്റെ ആധാർ കാർഡ് കണ്ടോ? തരാൻ ഒരു മിനിറ്റ് പറ്റുമോ ഈ പരിപാടി ഒന്ന് പൂർത്തിയാക്കാൻ? സോ ഒരു റാപ്പിഡ് ഫയർ പോലെ ചോദ്യം ചോദിക്കുകയാണ് ഖാലിദിനും. ഒരു ഖാലിദ് റഹ്മാൻ ഫിലിം യു വിഷ് മോർ പീപ്പിൾ കുറച്ചുകൂടി കണ്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന, നോട്ടീസ് ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സിനിമ? എന്നോടാണോ? ഖാലിദ് ചെയ്ത സിനിമകളിൽ ഒരു സിനിമ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നു. കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടായിരുന്നു എന്ന് തോന്നിയ സിനിമ എന്ന് പറഞ്ഞത് ലവ് എന്ന് പറയുന്ന സിനിമയാണ്, തിയേറ്ററിൽ. പക്ഷെ കാരണം അതിന്റെ ഒരു തിയേറ്ററിക്കൽ റിലീസിന്റെ സമയം എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് കോവിഡ് സമയത്ത് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷെ അതിന്റെ ഒരു ആഗ്രഹം മാത്രമാണ്. കാരണം കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിനിമയും ഉണ്ടാവില്ല. സോ അത് ഹാപ്പൻഡ്. പക്ഷെ ഐ സ്റ്റിൽ കുറച്ചും കൂടെ ഒരു തിയേറ്ററിലെ ആളുകൾ കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു 2025 ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ? 2025 ഇതുവരെയുള്ളതില 2025 ഇതുവരെ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വർക്കിന്റെ ലാസ്റ്റ് സമയമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ കാണാൻ സിനിമകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ. സോറി. ഓക്കെ. അപ്പം ഒരു ഡ്രീം കൊളാബറേറ്റർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ഡ്രീം ആക്ടർ, വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഡ്രീം ആക്ടർ? എനിക്ക് ബേസിക്കലി ഒരു ഡ്രീം ആക്ടർ അങ്ങനെ ഒരു ഡ്രീം ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു മമ്മൂക്ക വെച്ച് ചെയ്തു, ലാലേട്ടന്റെ പേര് പറയുന്ന അല്ല, മമ്മൂക്ക വെച്ച് ചെയ്തു ഓൾറെഡി. അപ്പൊ നെക്സ്റ്റ് ലാലേട്ടന്റെ പേര് പറയുന്ന കരുതി പറയാം. അല്ല, അങ്ങനെയല്ല. ഒരു ഐഡിയ വരുമ്പോഴാണല്ലോ നമ്മളൊരു ആർട്ടിസ്റ്റിനെ, അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഒരു സിനിമ, അങ്ങനെ എന്തോ അങ്ങനത്തെ ഒരു ഐഡിയ ഇതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു ഹൈ കിട്ടിയിട്ടില്ല ഇതുവരെ.
തല്ലുമാലയിലെ ടൊവിനോ അല്ലായിരുന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ, ഒരു ആക്ടർ ആരായിരിക്കും? ടൊവിനല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചെയ്തേനെ, അതിന് വേറെ ഉഫ്. ആലപ്പുഴ ജിംഖാനയ്ക്ക് ശേഷം അടുത്ത പടം ഓൾറെഡി കമ്മിറ്റഡ് ആണോ അതോ? ഇല്ല ഇല്ല ഇല്ല, ഐഡിയകൾ ഇങ്ങനെ ആലോചിക്കുന്നേ ഉള്ളൂ, ഒന്നും തീരുമാനങ്ങളായിട്ടില്ല. സോ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു ലൂക്ക്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്തോണ്ട് ഫണ്ണായിരുന്നു. അപ്പം താങ്ക് യു. നല്ല കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു. ആലപ്പുഴ ജിംഖാന ഞങ്ങൾ എന്തായാലും ഇവിടെ ഏറ്റെടുത്തോളാം. നാട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ, വലിയൊരു വിജയമാകട്ടെ. ഇവിടെ ഇസ്നാഗി സിനിമാസ് ആണ് ഞങ്ങൾക്കായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. സോ താങ്ക് യു ഇസ്നാഗി സിനിമാസ്. എന്തായാലും കുറച്ച് സമയം ലൈവ് എല്ലാവരും പോയി സിനിമ കാണും, അഭിപ്രായങ്ങൾ അറിയിക്കും. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു സോ താങ്ക് മച്ച്. യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ബൈ.